വയനാട് പുൽപ്പള്ളിയിലെ സമരത്തിനിടെ വനം വകുപ്പ് വാഹനം ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ അനൂപ് നൽകും. അനൂപ്, എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ആക്രമണത്തിൽ കുറുവയിലെ വനംവകുപ്പ് താൽക്കാലിക ജീവനക്കാരൻ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധങ്ങളിലാണ് 2 പേർ അറസ്റ്റിലായത്. ഈ ആക്രമണ സംഭവങ്ങളുടെ പിന്നിൽ ആസൂത്രിത നീക്കവും ഗൂഢാലോചനയും ഉണ്ടായിരുന്നു എന്നൊരു നിഗമനം പോലീസിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ നടന്ന അറസ്റ്റ് വനംവകുപ്പ് വാഹനം തടയുകയും ആക്രമിക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിലാണ്. അതിൽ 2 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഏതാണ്ട് 40ഓളം പേർ പ്രതികളാണ്. കുറിച്ചിപ്പറ്റ സ്വദേശി ഷിജു, പുൽപ്പള്ളി സ്വദേശി വാസു എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വനംവകുപ്പ് വാഹനം ആക്രമിച്ച കേസിലാണ് ഈ ആദ്യ അറസ്റ്റ് പുൽപ്പള്ളി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാവുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗൂഢാലോചന കുറ്റവും പോലീസ് ചുമത്തിയിരുന്നു. വനംവകുപ്പ് വാഹനം ആക്രമിച്ച കേസിൽ 40 പ്രതികളാണ് ആകെയുള്ളത്. അതിൽ 2 പേരാണ് തിരിച്ചറിഞ്ഞ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി, വയനാട്ടിൽ നിന്ന് അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്.